രണ്ടാമത് കോടിയേരി ബാലകൃഷ്ണൻ സമഗ്ര സംഭാവന അവാർഡ് വിതരണം ഓഗസ്റ്റ് 4-ന് പൊന്നാനിയിൽ നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ അവാർഡ് ദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. സൗദി അറേബ്യ കിഴക്കൻ പ്രവിശ്യയിൽ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ രംഗത്തെ സംഘടനയായ നവോദയ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിലുള്ള രണ്ടാമത് കോടിയേരി ബാലകൃഷ്ണൻ സമഗ്ര സംഭാവന അവാർഡ് വിതരണം ഓഗസ്റ്റ് 4-ന് പൊന്നാനിയിൽ നടക്കും. ഈ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഇടതുപക്ഷ ആശയമുള്ള കുറേയേറെ ആളുകളെ ഒന്നിച്ചിരുത്തിക്കൊണ്ട് പ്രത്യേകിച്ച് കോടിയേരിയുടെ പേരിലൊരു അവാർഡ് നൽകാൻ കഴിയുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, ഏറ്റവും ആപത്കരമായ ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കുകയും സ്വന്തം ജീവിതത്തിൻ്റെയും അസുഖത്തിൻ്റെയും പ്രയാസങ്ങൾ മറച്ചു പിടിച്ചുകൊണ്ട് ഈ പാർട്ടിക്ക് ഗണ്യമായ സംഭാവന അർപ്പിച്ച നമ്മുടെ സമുന്നതനായ ഒരു നേതാവായിരുന്നു സഖാവ് കോടിയേരി. സഖാവ് കോടിയേരിയുടെ സ്മരണാർത്ഥം ഓരോ വർഷവും വ്യത്യസ്തമായ ജീവിത മേഖലകളിലെ മുഖമുദ്രകളെ കണ്ടെത്തിക്കൊണ്ട് പരിപോഷിപ്പിക്കുന്നതിനു വേണ്ടി ഇന്ന് സൗദിയിൽ ദമാമിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഘടന ചില ഇടപെടൽ നടത്തുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അവാർഡ് ദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. പൊന്നാനി AV ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ CP മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. P നന്ദകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നവോദയ മുൻ രക്ഷാധികാരി MM നഈം പരിപാടികൾ വിശദീകരിച്ചു. അഡ്വക്കേറ്റ് PK ഖലീമുദ്ദീൻ, വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് MK സക്കീർ, നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം, പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് E സിന്ധു, ഗഫൂർ P ലില്ലീസ്, VK റൌഫ്, CK കൃഷ്ണദാസ്, TM സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു. സന്തോഷ് തുവൂർ സ്വാഗതവും അഡ്വക്കേറ്റ് MK സുരേഷ് ബാബു നന്ദിയും പറഞ്ഞു. NCV ന്യൂസ് പൊന്നാനി. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.